ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെനുവിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. എക്സലിലെ ഇൻസേർട്ട് മെനുവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻസേർട്ട് മെനുവിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ടേബിൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുന്നുണ്ട്. അതിൽ പ്യുവർ ടേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് എക്സലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നമ്മളൊരു മന്ത്ലി സെയിൽസ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു മന്ത്ലി സെയിൽസ് റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഒരാളുടെ ഒരു സെയിൽസ് പേഴ്സൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റണം. എത്ര രൂപയ്ക്ക് അവർ സെയിൽസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള പ്രത്യേകം ഇൻഡിവിജ്വലായിട്ട് ഓരോന്നിൻ്റെയും നമുക്ക് അറിയണം. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്യുവർ ടേബിൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യണമെന്ന്. ആദ്യം നമ്മളൊരു ഡാറ്റ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഇതിപ്പോൾ ഒരു സെയിൽസിൻ്റെ ഡീറ്റെയിൽ ആണ് കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തരും സെയിൽ ചെയ്തിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ്, പേരുണ്ട്, മന്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രോഡക്റ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട്, ഇങ്ങനെ ഒരു ഫീൽഡാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് രീതിക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യുക. കാരണം ഓരോരുത്തരും വർക്ക് ചെയ്യുന്ന ഫീൽഡുകൾ വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് പ്യുവർ ടേബിളിനെ അതിൽ ഉപയോഗപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഡീറ്റെയിൽസിനെ സെലക്ട് ചെയ്യുക. ആദ്യം സെലക്ട് ചെയ്യണം എന്നില്ല, പ്യുവർ ടേബിൾ എടുത്തതിന് ശേഷം സെലക്ട് ചെയ്താലും മതി. അപ്പോൾ നമ്മളിവിടെ പ്യുവർ ടേബിൾ എടുക്കണു. അതിനുശേഷം ഇവിടെ ടേബിൾ റേഞ്ച് ചോദിക്കുന്നുണ്ട്. ഈ ടേബിൾ റേഞ്ച് എന്നുള്ള സ്ഥലത്ത് നമ്മൾ ഇത്രയും ഡീറ്റെയിൽസിനെ സെലക്ട് ചെയ്യണം. ഇത്രയും ഡീറ്റെയിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അടുത്തത് വരുന്നത്, ഈ പിവറ്റ് ടേബിൾ നമുക്ക് പുതിയൊരു വർക്ക്ഷീറ്റിലാണോ ആവശ്യം, ഇതേ വർക്ക്ഷീറ്റിൽ തന്നെയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പുതിയ വർക്ക്ഷീറ്റിലാണെങ്കിൽ ന്യൂ വർക്ക്ഷീറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ തന്നിരിക്കുന്ന ഈ ടേബിളും പുതുതായിട്ട് വരുന്ന ആ പിവറ്റ് ടേബിളും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇതിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് എന്നുള്ളത് എടുക്കുക. അതിനുശേഷം ഇവിടെ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. ഈ വർക്ക്ഷീറ്റിൽ തന്നെ എവിടെയായിട്ടാണ് വേണ്ടത് എന്ന് ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഭാഗം സെലക്ട് ചെയ്യുക. ഇനി വീണ്ടും ക്ലിക്ക് ചെയ്യണോ, ഓക്കെ എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ പ്യുവർ ടേബിളിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ പ്യുവർ ടേബിൾ 3 എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പേര് ചേഞ്ച് ചെയ്യാം. അപ്പോൾ പ്യുവർ ടേബിളിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ വരും. അഡീഷണൽ ആയിട്ട് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൽ ഈ ടേബിൾ നെയിം എന്നുള്ള സ്ഥലത്ത് നമ്മൾ മാറ്റി കൊടുക്കുക. സെയിൽസ് റിപ്പോർട്ട് എന്നുള്ളതാക്കി നമ്മൾ അതിനെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇവിടെ സെയിൽസ് റിപ്പോർട്ട് എന്ന് വന്നു. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇവിടെ തന്നിരിക്കുന്നത് നമ്മൾ ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ള ഹെഡിങ്ങുകൾ തന്നെയാണ്. ചൂസ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത്. അതിൻ്റെ താഴെ ഡ്രാഗ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, പ്രോഡക്റ്റിൻ്റെ നെയിം അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് പേഴ്സൻ്റെ നെയിം സെലക്ട് ചെയ്ത് റോ ലേബലിൽ കൊണ്ടുവന്ന് മൂവ് ചെയ്ത് ഇടുക. അത് നമ്മുടെ ആവശ്യം അനുസരിച്ച്, ഇപ്പോൾ ഒരാൾ ഒരു സെയിൽസ്മാൻ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് അറിയാനാണെങ്കിൽ നമ്മൾ സെയിൽസ് പേഴ്സന്റെ പേരുകളാണ്, നെയിമാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതല്ല ഓരോ പ്രോഡക്റ്റ് വൈസ് ആണ് നമുക്ക് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ റോ ലേബലിൽ നമ്മൾ പ്രോഡക്റ്റ് ആണ് നമ്മൾ ഡ്രാഗ് ചെയ്തിടുക. അപ്പം നമ്മൾ ഇവിടെ ഈ നെയിം ഡ്രാഗ് ചെയ്തിട്ട് റോ ലേബലിൽ കൊണ്ടുവന്നിടണം. അപ്പൊ ഇവിടെ റോ ലേബലിൽ നെയിം കാണിക്കും. ഇനി അടുത്തത് നമുക്ക് ഇതിന്റെ എമൗണ്ട് ആണ് കാണേണ്ടത്. ഓരോരുത്തരും എത്ര രൂപയ്ക്ക് നമുക്ക് സെയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയണം. അപ്പോൾ എമൗണ്ട് സെലക്ട് ചെയ്യുക. എമൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം അത് വാല്യൂസ് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിൽ വേണം കൊണ്ടുവന്നിടാൻ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓരോരുത്തരുടെ പേരും അവരുടെ മൊത്തം എമൗണ്ടും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ചില ആളുകളുടെ സിസ്റ്റത്തിൽ ഇവിടെ വാല്യൂസിൻ്റെ അവിടെ സം ഓഫ് എമൗണ്ട് എന്നുള്ളതിന് പകരം കൗണ്ട് ഓഫ് എമൗണ്ട് എന്നുള്ളതായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും അതെന്താ അങ്ങനെ വരുന്നത് എന്നുള്ളത്. ഈ സം ഓഫ് എമൗണ്ടിന് പകരം കൗണ്ട് ഓഫ് എമൗണ്ട് വരും. അപ്പോൾ എണ്ണമാണ് കാണിക്കുക, എമൗണ്ട് അല്ല.
അത് നമ്മൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സം ഓഫ് എമൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം വാല്യൂ ഫീൽഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അതിൽ സമ്മ്, കൗണ്ട്, ആവറേജ്, മാക്സ്, മിനിമം, പ്രോഡക്റ്റ് എല്ലാം അത് വരുന്നുണ്ട്. ആവശ്യമുള്ളത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതൊന്ന് സെലക്ട് ചെയ്ത് ഓക്കെ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കൗണ്ട് ഓഫ് എമൗണ്ടിന് പകരം സം ഓഫ് എമൗണ്ട് എന്നുള്ളത് വരും. അത് എല്ലാവരുടെ സിസ്റ്റത്തിലും അങ്ങനെ ചേഞ്ച് ഉണ്ടാവണം എന്നില്ല. ഇനി ആർക്കെങ്കിലും അങ്ങനെ മാറ്റം വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് അതിൽ ചേഞ്ചസ് വരുത്തുന്നത്. ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വാല്യൂ ഫീൽഡ് സെറ്റിംഗ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ മാറ്റം വരുത്തി. ഇതാണ് ഈ വരുന്ന ഒരു പിവോട്ട് ടേബിളിന്റെ ഫോർമാറ്റ്. അപ്പൊ നമ്മൾ ഇനി ഇവിടെ ഓരോന്നിലും ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ വന്നിട്ട് നമുക്ക് എല്ലാവരുടെയും വേണ്ട, ഒരാളുടെ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഈ റോ ലേബൽ നമ്മൾ സെലക്ട് ചെയ്യുക. റോ ലേബൽ എടുത്തതിന് ശേഷം സെലക്ട് ഓൾ ഓഫ് ചെയ്തതിന് ശേഷം ഒരാളുടെ പേര് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഡീറ്റെയിൽസ് മാത്രമാണ് ഇവിടെ വരിക. ഇനി അതേപോലെ തന്നെ അടുത്ത ആളുടെ വേണം. അപ്പോൾ അനിൽ എന്നുള്ളത് നമ്മൾ ടിക്ക് ഓഫ് ചെയ്ത് അടുത്ത ആളുടെ സെലക്ട് ചെയ്യണം. മിഥുൻ എന്നുള്ളത് സെലക്ട് ചെയ്തു ഓക്കെ കൊടുക്കുക. അപ്പോൾ അയാളുടെ ഡീറ്റെയിൽസ് വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം ഇതിന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നെയിമിന്റെ അവിടെ താഴെയായിട്ട് ഓരോ പ്രോഡക്റ്റുകളും കാണിക്കണം. ഏതൊക്കെ പ്രോഡക്റ്റുകളാണെന്നും കൂടെ വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഈ പ്രോഡക്റ്റ് ഡ്രാഗ് ചെയ്ത് ഈ നെയിമിന്റെ താഴെ കൊണ്ടുവന്നിടുക. നെയിമിന് താഴെ ഇട്ട് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പേരും അവരുടെ ടോട്ടൽ എമൗണ്ട് കാണിക്കുന്നുണ്ട്. അത് കൂടാതെ ഓരോ സാധനത്തിന്റെ പേരും കൂടെ കാണിക്കും. ഇൻഡിവിജ്വൽ ആയിട്ട് അതിന്റെ എമൗണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലും നമുക്ക് അതിനെ സെറ്റ് ചെയ്യാം. നമ്മുടെ ആവശ്യം എങ്ങനെ അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് അതിനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ഇവിടെ വന്ന അടുത്തത് ഇപ്പൊ ഇതുപോലെ ഈ ഒരു രീതിയിലാണ് നമ്മൾ പിവോട്ട് ടേബിൾ ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുന്നത് പിവോട്ട് ടേബിൾ കൂടാതെ ടേബിൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ ടേബിൾ എന്താ വരുന്നത് എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഡാറ്റയെ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ടേബിൾ എന്നത് സെലക്ട് ചെയ്യണം. ടേബിൾ എന്നത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ മൈ ടേബിൾ ഹാസ് ഹെഡർ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അത് ടിക്ക് ഇടുക. അതിനുശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുക. അപ്പൊ ഈ ഒരു ഫോർമാറ്റിലാണ് വരിക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ടേബിളിന്റെ ഫോർമാറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഓൾറെഡി ടേബിൾ ടൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കിട്ടും. അതിൽ സമ്മറൈസ് വിത്ത് പിവോട്ട് ടേബിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ എടുത്ത പോലെ വരും. ടേബിളിനെ സെലക്റ്റഡ് ആയിട്ടുണ്ട്. വീണ്ടും സെലക്ട് ചെയ്യണമെങ്കിൽ ഫുള്ള് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് എന്ന് വരും. ഇതിൽ വന്ന് ലൊക്കേഷനും കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് വീണ്ടും കിട്ടും. നേരത്തെ നമ്മൾ ചെയ്ത പോലെ നെയിം ഡ്രാഗ് ചെയ്ത് റോ ലേബലിൽ ഇടാം. അതേപോലെ എമൗണ്ടിനെ വാല്യൂസിലേക്ക് നമ്മൾ മാറ്റുകയാണ്. സെയിം ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ വഴി ചെയ്യുമ്പോൾ നമ്മൾ ഇനിയും ആരുടെയെങ്കിലും പേരോ ഡീറ്റെയിൽസോ ഇവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ റിപ്പോർട്ടിലും കൂടെ എഫക്റ്റ് ചെയ്യും. ഒരു പേര് നമ്മൾ കൊടുത്തു, അവരുടെ ഡീറ്റെയിൽസും കൂടെ കൊടുക്കുകയാണ്. നമ്മൾ ഇവിടെ ഈ അഞ്ജു എന്നുള്ള പേരും കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു ഫീൽഡിലേക്ക് നമുക്ക് കിട്ടണം. ഈ റിപ്പോർട്ടിലും കൂടെ നമുക്കത് കാണണം. അതിനുവേണ്ടി നമ്മൾ ഇതിൽ റോ ലേബിളിന്റെ ഈ ഒരു കോളം അല്ലെങ്കിൽ പിവോട്ട് ടേബിളിന്റെ കോളം സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ടേബിൾ ടൂള് നമ്മൾ വീണ്ടും എടുക്കുക. അതിൽ റീഫ്രഷ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ റീഫ്രഷ് ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ മോഹൻ എന്നുള്ളത് വരെ വരുന്നുള്ളൂ. ഇനി നമ്മൾ റീഫ്രഷ് ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതുതായിട്ട് നമ്മൾ ചേർത്തതും കൂടെ ഈ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ടേബിൾ വഴി നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൽ നമുക്ക് അനിലിന്റെ മാത്രം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ അനിൽ എന്ന് പറഞ്ഞിട്ടുള്ള പേരിന്റെ നമ്പർ വരുന്ന സ്ഥലത്ത്, എമൗണ്ട് വരുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ ഒരു പേജിൽ അനിലിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ആരുടെ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. നമുക്ക് ഏതാളുടെയാണോ നമ്മൾ കൊടുക്കുന്നത്, ഇപ്പോൾ അഷ്റഫ് എന്നുള്ളതാണെങ്കിൽ അഷ്റഫിന്റെ എമൗണ്ടിൽ വെച്ച് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതുതായിട്ട് അഷ്റഫിന്റെ ഡീറ്റെയിൽസ് മാത്രം വരുന്ന ഒരു പേജ് നമുക്ക്
ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഇതിനെ വേണമെങ്കിൽ വേറെ മോഡലിലേക്ക് മാറ്റണമെങ്കിൽ മോഡലിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് വരുന്നത് പിക്ചറാണ്. പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ഈ ഒരു പേജിൽ പിക്ചേഴ്സ്, ക്ലിപ്പ് ആർട്ട്, ഷേപ്പുകൾ, അതുപോലെ തന്നെ സ്മാർട്ട് ആർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിക്ചർ എന്നുള്ളത് എടുക്കുക. അതിനുശേഷം ഫോട്ടോസ് നമുക്ക് ഏതാ വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ആ പിക്ചർ ഇവിടെ വരും. ഇതിനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മൂവ് ചെയ്യിക്കാം, എഡിറ്റ് ചെയ്യാം. ഓൾറെഡി ഈ പിക്ചർ നമ്മൾ എടുക്കുന്ന സമയത്ത് പിക്ചറിൻ്റെ ഒരു ടൂൾ ബാറും കൂടെ എക്സ്ട്രാ ഇവിടെ നമുക്ക് കിട്ടും. നമ്മുടെ പേജിൽ ഒരു പിക്ചർ ടൂൾ ബാറും കൂടെയാണ് വരുന്നത്. ഇതിനെ നമുക്ക് മൂവ് ചെയ്ത് മാറ്റാം. പിക്ചറിൻ്റെ അഡീഷണൽ ആയിട്ട് ഒരു ടൂൾ ബാറും കൂടെ വരും. അതിൽ നമുക്ക് അതിനെ കളറിൽ ചേഞ്ച് വരുത്താം. അതുപോലെ പല മാറ്റങ്ങളും നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഓരോന്നും നമുക്ക് ബോർഡർ കൊടുക്കാം. അങ്ങനെയുള്ള കുറേ സെറ്റിങ്സുകൾ ഇതിൽ വരുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇത് ഫോട്ടോസ് ആണ് ഇൻസേർട്ട് ചെയ്തത്. ഇതിന് പകരം നമുക്ക് ക്ലിപ്പ് ആർട്ടുകൾ ഇൻസേർട്ട് ചെയ്യാം. ക്ലിപ്പ് ആർട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ വരുന്ന ഈ ഓപ്ഷനിൽ ഗോ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജസ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. ഇതിനെയും നമുക്ക് പിക്ചർ ടൂളിൽ വന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഷേപ്പുകളാണ്. നമുക്ക് ആവശ്യമുള്ള ഷേപ്പുകൾ ഏത് വേണമെങ്കിലും ഈ ഷേപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഷേപ്പുകൾ വരുന്നുണ്ട്. ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമ്മൾ ഷേപ്പ് ഏതെങ്കിലും ഒരു ഷേപ്പ് സെലക്ട് ചെയ്യണു. സെലക്ട് ചെയ്തതിന് ശേഷം പേജിൽ കൊണ്ടുവന്ന് നമ്മൾ വരയ്ക്കുക. അതിനുശേഷം പിക്ചറിൻ്റെ ടൂൾ ബാർ വന്ന പോലെ തന്നെ ഡ്രോയിങ്ങിൻ്റെയും ഒരു അഡീഷണൽ ടൂൾ ബാർ നമുക്ക് ഇവിടെ കിട്ടും. അത് വെച്ച് നമുക്ക് ഈ ഷേപ്പിനെ തന്നെ പലതരത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. കളറായിട്ടാണെങ്കിലും ഷേപ്പുകളിലാണെങ്കിലും ഒക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ടിൽ ഷേപ്പുകൾ വരുന്നത്. അതേപോലെ സ്മാർട്ട് ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൽ നിന്ന് ഏത് സ്മാർട്ട് ആർട്ട് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഉള്ളത് സ്ക്രീൻഷോട്ടാണ്. സ്ക്രീൻഷോട്ട് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിനെ ഈ ഒരു പേജിലേക്ക് സ്ക്രീൻഷോട്ടായിട്ട് കൊണ്ടുവരണം. ഫോട്ടോ അപ്പോൾ നമുക്ക് എടുത്തിട്ട് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ സ്ക്രീൻഷോട്ട് എന്നുള്ളത് എടുക്കുക. ഇതിൽ സ്ക്രീൻ ക്ലിപ്പിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഏത് ഭാഗമാണോ നമുക്ക് വേണ്ടത് അത്രയും ഭാഗം നമ്മൾ വരച്ചു കൊടുക്കുക. ഇപ്പോൾ ആ ഭാഗം നമ്മുടെ പേജിലേക്ക് വന്നിട്ടുണ്ടാവും. അത് നമുക്ക് ബാക്ക് അടിച്ച് ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് അതുപോലെ സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇൻസേർട്ടിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്.